اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മളെല്ലാ ആഴ്ചയും വലീഫയും ഹൈലിനൊക്കെ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നസീഹത്ത് പറയാറുണ്ട്. നമ്മളൊക്കെ വളരെ ചെറിയ പ്രായം മുതൽ കേട്ട ഒരായത്തുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച ഒരു മനുഷ്യനുക്ക് സമാധാനം നൽകുന്നത് ഘടകമല്ല. ആരോഗ്യപരമായ ഒരു ഖുവ്വത്ത്, അതിൻ്റെ ഉയർച്ച, അതും ഒരു മനുഷ്യനുക്ക് സമാധാനം നൽകണമല്ല. ലോകത്ത് ഒരു വസ്തുവിനും മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം കൊടുക്കാൻ കഴിയില്ല. ഏതിനു മാത്രമേ കഴിയുള്ളൂ? അള്ളാഹുവിന്റെ സ്മരണ, ദൈവസ്മരണ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതിനൊരു കാരണമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും കേട്ട, ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, തൊവീലുൽ അഹ്സാൻ ആയിരുന്നു. എപ്പോഴും സങ്കടം ദീർഘമായ ആളായിരുന്നു റസൂൽ. എപ്പോഴും സങ്കടത്തിന്റെ മുഖമായിരുന്നു റസൂലുള്ളാഹ്. സ്വഹാബത്ത് കാണുമ്പോഴൊക്കെ എപ്പോഴും സങ്കടത്തിന്റെ മുഖമായിരുന്നു റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മനാഖിബിലും കാണാം, അദ്ദേഹവും തൊവീലുൽ അഹ്സാൻ ആയിരുന്നു. ഒരുപാട് ആരിഫീങ്ങളെ സംബന്ധിച്ച് അവരൊക്കെ എന്തായിരുന്നു? എപ്പോഴും സങ്കടം മുറ്റിയ മുഖമായിരുന്നു ഒലുക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞു, എൻ്റെ പാവ കാരക്കാട് ബക്കർ മുസ്ലിയാർ, അവരൊക്കെ ആകെ ഒരു പ്രാവശ്യമാണ് ചിരിക്കണത് കണ്ടിട്ടുള്ളൂ. അതെന്നെ പല്ല് കാണുക ചിരിക്കണത് ആരും കണ്ടിട്ടില്ല. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പോ ഒരു യഥാർത്ഥ മനുഷ്യൻ എപ്പോഴും ഒരു വിരഹത്തിന്റെ അവസ്ഥയിലേക്കാണ്. കാരണം ആത്മാവ് എന്ന് പറയുന്ന സാധനം അള്ളാഹുവിന്റെ ജിവാറിന്ന് പോകുന്ന സാധനമാണ്. അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിന്റെ ജിവാറിന്ന് പോകുന്നതാണ് ഒരു മനുഷ്യന്റെ റൂഹ്. ആ റൂഹ് തിരിച്ച് അവിടെ എത്താതെ ഒരിക്കലും ഒരു മനുഷ്യൻ എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. പിന്നെ അള്ളാഹു തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ പ്രണയഭാജനമാകുന്ന അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ ഈ റൂഹിന് എന്തുണ്ടാവും? ഒരു ഇടയ്ക്ക് സമാധാനം ഇങ്ങനെ വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം അല്ലേ? പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് പറയുന്നു അല്ലെ? പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാല് ഒരു ദിവസത്തിന്റെ തുടക്കാണ് പ്രഭാതം, അസ്തമയാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം ഈ ആത്മാവ് അതാണ് കൂടുതലായി ആഗ്രഹിക്കുന്നത്. ആത്മാവിന് നിങ്ങൾ എന്ത് കൊടുത്തിട്ടും സമാധാനം ഉണ്ടാവില്ല. ഈ ദിക്റല്ല. കാരണം എന്താണ്? ആ പ്രണയഭാജനത്തിന്റെ ആ പേര് കേൾക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ റൂഹിനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതാണ് ഈ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്നതിന്റെ ആകത്തുക. അത് തിരിച്ച് അവിടേക്ക് എത്തുന്നത് വരെ ആ സമാധാനത്തിന്റെ എന്തുണ്ടാവും? ഒരു അസമാധാനക്കാരും എന്തുണ്ടാകുക? റൂഹുണ്ടാകും. ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ഒരു അദ്ദേഹത്തിന്റെ മസ്നവിയിൽ, ഒരു മസ്നവി എന്നാ ശരിക്കും പറയുന്നുണ്ട്, സാധാരണ മലയാളത്തിൽ ഇതും മസ്നവി എന്നാണ് പറയാം. അതിലും അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഒരു കഥ ഈ യാഥാർത്ഥ്യത്തിനോട് യോജിച്ച കഥകളായിരിക്കും മുമ്പ് പറഞ്ഞു തരാം. അപ്പൊ അതിന് മുമ്പ് പറയുന്നുണ്ട്, ഒരാള് ഒരു തത്തനെ വാങ്ങിയിരുന്നു. ഇന്ത്യൻ തത്തയെയാണ് വാങ്ങിയിരുന്നത്. ബഹുമാനപ്പെട്ട റൂമി തുർക്കിയിലെ കുനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ മസാറുള്ളത്. അപ്പൊ ഒരാള് ഒരു ഇന്ത്യൻ തത്തയെ വാങ്ങി. അങ്ങനെ ഈ തത്ത ഇദ്ദേഹത്തോട് ഭയങ്കര ആത്മബന്ധമാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ തത്ത സംസാരിക്കും, വ്യക്തിയോട് സംസാരിക്കും. അപ്പൊ ഈ വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് ഒരു കച്ചവടത്തിന് പോകണം. ഈ തത്തന്റെ നാട് എവിടെ? ഇന്ത്യയാണ്. ഒരു കച്ചവടത്തിന് ഇന്ത്യയിലേക്ക് വരണം. അപ്പൊ ഈ അറബിയായ മുതലാളി തത്തനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോ ഈ തത്ത പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വൃക്ഷങ്ങളൊക്കെ കാണുന്ന സ്ഥലത്തേക്കൊന്ന് ചെല്ലണം.
ഒരുപാട് തത്തകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പൊ അവരോട് എൻ്റെ ഒരു സലാം പറയണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സലാം പറയണം, ഒരു ഉദാഹരണം പറയും. അങ്ങനെ എന്നായിക്കോട്ടെ, ഞാൻ സലാം പറഞ്ഞോളാം. അങ്ങനെ മൂപ്പര് കച്ചവടമൊക്കെ ചെയ്ത് പോണ വഴിക്ക് ഒരു വൃക്ഷങ്ങളുടെ അടിയിൽ കയറിയപ്പോൾ കുറെ തത്തകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു കഥ കേട്ടോ. തത്തകളോട് പറഞ്ഞു, എനിക്കൊരു തത്ത ഉണ്ട്, നന്നായി സംസാരിക്കുന്ന. ആ തത്ത അവിടെ കൂട്ടിലാണ്, അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയലും, അതിൽ ഒരു തത്ത എന്ത് ചെയ്തു, പെട്ടെന്ന് ചിറകടിച്ച് 2 ചിറകും അടിച്ചിട്ട് അങ്ങോട്ട് ചത്തുപോകും. മനസ്സിലാവണം, ചത്ത് പോകും. അങ്ങനെ മൂപ്പരത് ഭയങ്കര അത്ഭുതമായി. കാരണം ആ തത്തന്റെ ഒരു വിശേഷം പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒരു തത്ത ചിറകടിച്ചു പോകും. ഇയാൾ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തി തത്തനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്റെ ഫ്രണ്ട്സായ കുറെ തത്തകളൊക്കെ ഉണ്ട്, അവരോട് നിന്റെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേന് ഒരു തത്ത ചിറകടിച്ചിട്ട് പെടഞ്ഞ് മരിച്ചു പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഈ കൂട്ടിലെ തത്ത 2 ചിറകും അടിച്ചിട്ട് ചത്തുപോകും. അതിൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ടെൻഷൻ. വേഗം കൂട് തുറന്നിട്ട് ആ തത്തനെ പുറത്തേക്ക് എടുത്തോട് ഒറ്റ പറക്കൽ. ആ തത്ത അങ്ങോട്ട് പറന്നുപോയി. അപ്പൊ അവിടുത്തെ തത്ത കാണിച്ചു കൊടുക്കുകയാണ്, ആ കൂട്ടിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന് ചത്ത പോലെ കിടക്കലാണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ഈ കഥ പറയണത് ഒരാൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇലാഹിയായ വഴിയിലേക്ക് എത്തണമെങ്കിൽ നഫ്സ് എന്ന് പറയുന്ന കൂടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം. അതിനെന്ത് വേണം? മൂത്തു ഖബ്ല അൻ തമൂത്ത്. യഥാർത്ഥ മരണുണ്ട്, അതിന്റെ മുമ്പ് നീ ഒന്ന് മരിക്കണം. ആ മരിച്ചാലേ നീ എന്ത് ചെയ്യുള്ളൂ, ഈ തത്ത ആദ്യം തന്നെ മരിച്ച മാതിരി കാക്കി. അപ്പൊ അതിനെന്ത് ചെയ്തു കൊടുത്തിട്ട് പുറത്ത് കിട്ടും. അപ്പൊ മൂത്തു, നീ മരിക്കണം. ഖബ്ല അൻ തമൂത്ത്, യഥാർത്ഥ ഒരു മരണുണ്ട്, അതിന്റെ മുമ്പ് നീ മരിക്കണം. അപ്പൊ ആ ഒരു സംഭവമാണ് ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ഈ തത്തയുടെ കഥയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മളുടെ റൂഹ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കാൻ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു സാധനമാണ്. ഒരു ലെവലേശം താല്പര്യമില്ല ഇതിനക്ക്, ഈ റൂഹിനക്ക്. പക്ഷെ ഓരോ ആത്മാവിനക്ക് ഓരോ ഡേറ്റുകളുണ്ട്. ആ ഡേറ്റ് വരെ ആ ആത്മാവ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്ര കാലയളവിൽ അള്ളാഹുവിനെ പിരിഞ്ഞിരിക്കുന്ന ആത്മാവിനിക്ക് അള്ളാഹിന്റെ പേരാണ് ആകെ സമാധാനം നൽകുന്നത്. വേറെ ഒന്നും ഈ ആത്മാവിനെ സമാധാനിപ്പിക്കില്ല. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആശ്വാസം ഉണ്ടാകുക ദൈവസ്മരണ കൊണ്ടാണ്. ദൈവസ്മരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തത്ത ചത്തു വീണതുപോലെ നമ്മൾ ആദ്യം ഒന്ന് മരിക്കാൻ. ആ മരണം എന്ന് പറഞ്ഞാല് നഫ്സിന്റെ അധീനതയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നഫ്സിന്റെ ഒരു അധീനതയിലാണ് ഇപ്പൊ എന്ത് ചെയ്യണത് നമ്മളുള്ളത്. അതിൽ മോചിതനാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മരിക്കാൻ കഴിയില്ല. അതിനെ നമ്മൾ തോൽപ്പിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മശായിഖന്മാര് രാവിലെ ഇന്ന ദിക്ർ ചെല്ലാനും വൈകുന്നേരം ഇന്ന ദിക്ർ ചെല്ലാനും ഇന്ന സമയത്തിന്റെ ദിക്ർ ചെല്ലണമെന്നും സ്വലാത്തുൽ ഫാത്തിഹ തോനെ പെരുപ്പിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ ഓതണമെന്നും കഴിയുന്ന സ്വതക്കകളൊക്കെ ചെയ്യണമെന്നും ഇതൊക്കെ എന്താണ്? ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന സാധനങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോഴാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ആത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പേര് ഇങ്ങനെ ഉച്ചരിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്നാൽ അള്ളാഹുവിന് എതിര് നിൽക്കുന്ന ആളുകളുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ആത്മാവിനൊക്കെ എന്തുണ്ടാവും? സ്വാഭാവികമായൊരു മടുപ്പ് വരും. ആത്മാവിനൊന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ലട്ടോ. ആത്മാവിനൊന്നും ചെയ്യാൻ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഞങ്ങളെ മവാക്കിബുൽ ഹുബ്ബ് എന്ന കിതാബുണ്ട്. ആത്മാവിനിക്ക് എന്തില്ല? മരണല്ല, ഉറക്കല്ല. അത് സദാസമയവും പ്രണയനാഥൻ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ മടക്കം, എപ്പോഴാണ് എൻ്റെ മടക്കം, എപ്പോഴാണ് എൻ്റെ, അതിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. അതിന്റെ മുമ്പിൽ അവർക്ക് വേറെ ഒന്നുമില്ല. ഇത് തുറന്നിട്ട്, ഈ കൂട് തുറന്നിട്ട് എന്ത് ചെയ്യണം? അവർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. അതിന് ഓരോരുത്തർക്ക് എന്തുണ്ട്? ഓരോ ഡേറ്റ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ ജിവാറിന്ന് വന്ന ആത്മാവ് തിരിച്ചു പോകുമ്പോ ഈ ആത്മാവ് ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും. ഇനി സംഭവങ്ങളൊക്കെയാണ്, ഇനി കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലാവുണ്ടോ? ആത്മാവ് പറഞ്ഞതേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? കേൾക്കുള്ളൂ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാർ വന്ന് ചോദിച്ചല്ലോ, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല റസൂൽ തന്നെ പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുൽ നബിയെ തങ്ങൾ പറയണം, അർ റൂഹു മിൻ അംരി റബ്ബി.
റൂഹ് അള്ളാഹുവിന്റെ അമറിൽപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പാടില്ല എന്ന് അള്ളാഹു താല പറയണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ജിവാർ എന്നാണ് ആത്മാവ് വരുന്നത് എന്നുള്ളത്. മനസ്സിലാണ്ടോ? അപ്പോ ഇതിന് ഏറ്റവും പ്രധാനം ഈ ആത്മാവിനിക്ക് അള്ളാഹുവിനോട് പ്രണയം തോന്നണമെങ്കിൽ ഈ ദൈവസ്മരണകൾ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ പ്രധാനപ്പെട്ട അമലാണ് നമ്മളിലെ ഫർദ് എന്ന് പറയുന്ന അമൽ. ഞാൻ മിഞ്ഞാന്ന് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കണ്ടായി. ഒരു കഥ. അവർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ആ ജിവാറിനോട് അടുത്ത് നിൽക്കുന്ന ആത്മാക്കളാണ്. എത്രയും പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എത്രയും പെട്ടെന്ന്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ല, അവാരിഫുൽ മാരിഫിൽ ഒരു മനുഷ്യന് പ്രണയം താങ്ങാൻ പറ്റാതെ ഒരു മലന്റെ മുകളിൽ കയറിയിട്ട് പടച്ചറ ബെങ്ങി ഇന്നെ കൊണ്ട് കഴിയില്ല എന്നുകൊണ്ട് താഴത്ത് കുറച്ച ചാട്ടും. കാരണം എന്താ? ആ ആത്മാവിനേക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല. ആ അത്രമേൽ അള്ളാഹുവിനെ പ്രണയിച്ച ഒരവസ്ഥയാണ്. ഞാൻ മിഞ്ഞാന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട ഔറംഗസീബ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ബാബ സർമദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ ഒരു വലിയ ജീവിച്ചിരുന്നു. വലിയ മഹാനായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ചിലത് ലാഹിറായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് ചിലത് ബാത്തിനായി നിലനിൽക്കുന്നതുകൊണ്ട് അവര് പറയുന്ന വാക്കുകൾക്ക് വിശദീകരണം നൽകാൻ നമുക്ക് കഴിയില്ല. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ എന്നൊക്കെ ബഹുമാനപ്പെട്ട അമ്പകുന്ന് ബിനാലൊരു പാപ്പ പറഞ്ഞിരുന്നു. മുൽക്കി ആലമു മുൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. സുബ്ഹാനി, എന്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു എന്ന് അബു യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സ്വലാത്ത് നിങ്ങൾ ഇത്താവിലുണ്ട്. ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരുടെ എന്താണ് ആ ഉദ്ദേശിക്കുന്നത് എന്ന് ആരിഫീങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പല ആളുകൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ബാബ സർമദ് റഹ്മഹുല്ല എപ്പോഴും ലാ ഇലാഹ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ലാ ഇലാഹ് എന്ന് മാത്രമേ പറയുള്ളൂ. ലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹില്ല എന്നർത്ഥം. മുഗൾ ചക്രവർത്തി എന്ന് പറഞ്ഞാല് ഔറംഗസീബ് ചക്രവർത്തി വലിയ മഹാൻ തന്നെയാണ്, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം എപ്പോഴും ലാ ഇലാഹ എന്ന് ദൈവനിഷേധത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ഔറംഗസീബ് ചക്രവർത്തി അദ്ദേഹത്തോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല, ബാബാ സർമദ്. അങ്ങനെ ബാബാ സർമദിനെ അതാണ് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത്, ബാബാ സർമദിനെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആരാച്ചാരിങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് ബാബാ സർമദ് ആരാച്ചാര മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, നീ ആരാച്ചാരന്റെ രൂപത്തിലാണോ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പ്രണയത്തോടുകൂടെ ആരാച്ചാരനെ നോക്കി പറയുകയും അദ്ദേഹം വാളിങ്ങനെ വെക്കുന്ന സമയത്ത് ആരാച്ചാരന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു. അങ്ങനെ ലാ ഇലാഹ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഗളം ഛേദിച്ചിട്ട് ആ തല മുകളിലേക്ക് പോയിട്ട് ഇല്ലല്ലാ എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോകുന്നു. ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ ആ പിന്നെ പറഞ്ഞ ആളുകൾ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മക്കബറ ഉണ്ടാക്കുകയും നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ട് ബാബാ സർമദ് എന്ന് പറയുന്ന മഹാനുഭാവന്റെ മക്കബറ കാണും. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് എന്ന് പറഞ്ഞാല് മരണമൊന്നും ഓരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഈ ലോകത്ത് എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് പറയുന്നത് പ്രണയമല്ലാതെ വേറൊന്നുമില്ല. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ലോകത്ത് അല്ലാഹു തആല ഒരു ഷർത്തും വെക്കണില്ല, പക്ഷെ പ്രണയം എന്ന് പറയുന്ന സാധനം അവന്റെ ഹൃദയത്തിൽ വേണം. ഞാൻ ഈ റൂമിന്റെ വിഷയം പറയാൻ കാരണം എന്താണെന്ന്, ഞാൻ ഇടക്കിടക്ക് കൂടുതലായി പറയുന്ന വാക്ക് റൂമിന്റെ ആണ്. അതിനൊരു കാരണമുണ്ട്. റൂമിന്റെ പോക്കും സ്വലാഹുദ്ദീനങ്ങളുടെ പോക്കും ഒരേ ബിന്ദുവിലേക്കാണ്. സ്വലാഹുദ്ദീനങ്ങളോട് പിന്നെ ഈ ആർക്കാണ് ഈ അമല് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വലാഹുദ്ദീനങ്ങൾ പറഞ്ഞ നിബന്ധന, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രണയമുണ്ടോ ഓനക്ക് കൊടുക്കാം. ആസിയ ഒലോക്കാൻ ആസിയ, ഓൻ ദോഷിയാണെങ്കിലും കൊടുക്കാതെ. എല്ലാത്തിലും അങ്ങനെ അല്ല കേട്ടോ, ഇതിലൊക്കെ മാറ്റങ്ങളുണ്ട്. ഒലോക്കാൻ ആസിയൻ ദോഷിയാണെങ്കിലും ഓനക്ക് എന്ത് ചെയ്യാം? കൊടുക്കുക. പക്ഷെ ഓന്റെ ഹൃദയത്തിൽ എന്ത് വേണം? ഒരു ഹുബിന്റെ ഒരു കണിക വേണം. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഈ മഹബത്താണ്. മഹബത്ത് നമ്മൾ സ്വമേധയാൽ നമ്മളിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതിന് നമ്മൾ മഹാന്മാരുടെ പേരുകൾ എപ്പോഴും പറയണം. നമ്മളെ വിർദും വദീഫി ഹലിലൊക്കെ കറക്റ്റായിട്ട് ഒരു പിഴവില്ലാത്ത രൂപത്തിൽ നമ്മൾ ചെല്ലണം. എന്നാലേ ആ പ്രണയം നമ്മളിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ദുന്യവിയായ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, സ്വാലിഹീങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. ഒരു രാജാവിന്റെ ഒരു കഥ പറഞ്ഞു നിർത്താം. ഒരു രാജാവിന്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, ആ രാജാവ് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് സുഖമല്ല, അതുകൊണ്ട് ഈ പെട്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇതിലൊരു നിധി ഉണ്ട്, ഇത് ഞാൻ മരണപ്പെട്ട ഉടനെ എടുക്കാൻ പാടില്ല. നീ ഇടങ്ങേറായി പ്രയാസപ്പെട്ട് ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്ന് തോന്നൂലേ, അപ്പൊ മാത്രമേ ഈ പെട്ടി തുറക്കാൻ പറ്റൂ. രാജാവ് മരണപ്പെട്ടു, ഇദ്ദേഹം ഭരണം ഏറ്റെടുത്തു, വമ്പൻ യുദ്ധങ്ങളുണ്ടായി, ഇദ്ദേഹം
എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഈ പെട്ടി മാത്രം മൂപ്പര് വിട്ടില്ല. ആ പെട്ടിയുമായി മൂപ്പര് എന്ത് ചെയ്തു? ഒരു ഗുഹയിലേക്ക് ഒളിച്ചോടി. ആരുമില്ല, ഒറ്റക്കാണ്. ഇഞ്ഞ് ഒരു പക്ഷേ എനിക്ക് ഈ നിധി കൊണ്ട് എനിക്ക് ജീവിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ പെട്ടി തുറന്നു. ആ പെട്ടിയിലുണ്ടായിരുന്നു ഈ സമയവും കടന്നുപോകും. ആ പെട്ടിയിലുള്ള ഇതെന്താണ്? ഈ സമയവും കടന്നുപോകും എന്ന് പറഞ്ഞാല്, നീ ആരും സഹായിക്കാനില്ലാതെ ഒന്നുമില്ലാതെ ഒരു ഗുഹന്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ ആ സമയവും എന്ത് ചെയ്യും? കടന്നുപോകും. നീ പിന്നെയും എന്ത് ചെയ്യും? ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഇഹ്വാനികളാകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരേ തുമനിനത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അതിങ്ങനെ മാറി മറിഞ്ഞു. അൽ ഈമാൻ യസീദു വയങ്കുസു, അത് കൂടും ചുരുങ്ങും ചെയ്യും. പക്ഷെ എപ്പോഴും കൂടാൻ വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.